ഹലോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് 3ന്റെ ഹാഫ് ഇയർലി പേപ്പർ മാത്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സാമ്പിൾ പേപ്പർ മാത്രമാണ്. ഏകദേശം ഇതേപോലെ ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചോദിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ ഫോളോയിങ് നെയിംസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഒരു പേര്. ഫസ്റ്റ് പേര് എന്താണ്? മഹേഷ്. MAHESH. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ് ഉണ്ട്. ഇനി സെക്കൻഡ് പേരിലോ? നന്ദിനി. NANDINI. കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യണം. ഫസ്റ്റ് പേരിൽ 6 ലെറ്റേഴ്സ് ഉണ്ട്, സെക്കൻഡ് പേരിൽ 7 ലെറ്റേഴ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, ടിക്ക് ദ ലോങ്ങർ നെയിം. അപ്പോൾ ഇവിടെ രണ്ട് പേരുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് രണ്ടിലും എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് കിട്ടി. ഈ പ്രാവശ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ലെറ്റേഴ്സ് കൗണ്ട് ചെയ്തതിന് ശേഷം അതിൽ വലിയ പേരേതാണ്, കൂടുതൽ ലെറ്റേഴ്സ് ഉള്ള പേരേതാണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ മങ്കി. മങ്കിയിൽ എത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4 5 6. ഇനി ക്രോക്കഡൈൽ. ക്രോക്കഡൈലിൽ 9 ലെറ്റേഴ്സ് ഉണ്ട്. ഇതിലേതാണ് ഏറ്റവും വലിയ പേര്? ക്രോക്കഡൈൽ. Who has the longest name of the following animals? ഇവിടെ കുറെ ആനിമൽസിന്റെ നെയിം തന്നിട്ടുണ്ട്. ഇതിലും നമ്മൾ ലോങ്സ്റ്റ് നെയിം കണ്ടുപിടിക്കണം. ഇവിടെ ഏറ്റവും വലിയ നെയിം ആണ് എലിഫന്റ്. 1 2 3 4 5 6 7 8. 8 ലെറ്റേഴ്സ് ആണ് എലിഫന്റിലുള്ളത്. Next question. The number 56 has 8 letters. 1 2 3 4 5 6 7 8. ഈ 56 എന്ന് എഴുതുമ്പോൾ അതിൽ 8 ലെറ്റേഴ്സ് ഉണ്ട്. Write other two numbers between 1 and 99. ഇത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവണം ഓരോന്നിലും എത്ര ലെറ്റേഴ്സ് വീതം ഉണ്ടെന്ന്. ഇല്ലെങ്കിലും നമുക്കിവിടെ നോക്കിയാൽ അറിയാം. 50ൽ 5 പ്ലസ് 3 6ൽ 3, അങ്ങനെയാണ് നമുക്ക് 8 കിട്ടിയത്. അപ്പൊ നമുക്ക് സിമിലർ ആയിട്ടുള്ള നമ്പർ എഴുതിക്കൂടെ? ഒറ്റ കണ്ടീഷനുള്ളൂ, നമ്മൾ എഴുതുന്ന നമ്പർ 1ന്റെയും 99ന്റെയും ഇടയിലായിരിക്കണം. ഇൻ ബിറ്റ്വീൻ 1 and 99. 62. 60. 1 2 3 4 5 6 7 8. അഗെയിൻ ഇവിടെ 8 ലെറ്റേഴ്സ് ആണ് വരുന്നത്. എങ്ങനെയാ 62 എന്ന് എഴുതുക? 62. 66. 66. ഓക്കെ, ഇതിലും 8 ലെറ്റേഴ്സ് ആണ്. നെയിം ദ ഫോളോയിങ് ഷേപ്പ്. നമ്മൾ ഷേപ്സിനെ പറ്റിയൊക്കെ നല്ല വിശദമായിട്ട് പഠിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് ഷേപ്പ് എന്താണ്? ഇറ്റ്സ് എ സിലിണ്ടർ. Next one is a cone. Next one is a sphere. And the last one is a cuboid. Next question. How many corners are there in a rectangle? Rectangle. അപ്പോൾ ഇതൊരു rectangle ആണ്. ഇവിടുത്തെ question ആണ് how many corners are there? ഏതാണ് rectangleന്റെ corners? ഇതൊക്കെയാണ് rectangleന്റെ corners. 4 corners ഉണ്ട്. 1 2 3 4. So there are 4 corners in a rectangle. ഇനി how many sides are there in a rectangle? Rectangle corner നമ്മൾ കൗണ്ട് ചെയ്തു. ഇനി എത്ര sides ഉണ്ട്? ഇതാണല്ലേ sides. 1 2 3 4. So there are 4 sides in a rectangle. ഡ്രോ ആ രംഗോലി ഡിസൈൻ. നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ പലതരത്തിലുള്ള രംഗോലി ഡിസൈൻസ് വരച്ചിട്ടുണ്ടാവും. അതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ഇവിടെയും രംഗോലി ഡിസൈൻസ് വരച്ച് കളർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വരയ്ക്കാം. പക്ഷെ ഇതത്ര ഭംഗിയുള്ള രംഗോലി അല്ല. നിങ്ങൾ നല്ല ഭംഗിയായിട്ട് വരച്ചിട്ട് കളർ ചെയ്യാം. നെക്സ്റ്റ്, ഡ്രോ 2 ബിഗർ സ്ക്വയേഴ്സ് അറൌണ്ട് ദ ഫോളോയിങ് റെക്ടാംഗിൾ. ഇവിടെ ഒരു റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. ഇതിന്റെ ചുറ്റും ഇതിനേക്കാളും വലിയ സ്ക്വയേഴ്സ് വരയ്ക്കണം. സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ ഇൻ സൈസ്. ഈ ഒരു സൈഡ് ഈ റെക്ടാംഗിളിന്റെ സൈഡിനേക്കാളും വലുതാണ്. ഇതൊരു സ്ക്വയർ ആണ്. നെക്സ്റ്റ്, കുറച്ചുകൂടി വലിയ സ്ക്വയർ. എല്ലാ സൈഡ്സും ഈക്വൽ ആക്കി വരയ്ക്കാൻ നിങ്ങൾ സ്കെയിൽ ഉപയോഗിക്കുക. ഓക്കെ. കൺസ്ട്രക്ട് ദ റെക്ടാംഗിൾസ് യൂസിങ് ഫോളോയിങ് സൈഡ്സ് ഗിവൻ ബിലോ.
ഇവിടെ ഒരു ഗ്രിഡിൽ കുറേ സൈഡ്സ് തന്നിട്ടുണ്ട്. ഈ സൈഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റെക്ടാങ്കിൾ വരയ്ക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇതൊരു റെക്ടാങ്കിൾ ആയല്ലേ. നെക്സ്റ്റ് ഇങ്ങനെ റെക്ടാങ്കിൾ വരയ്ക്കാം. ഇനി ഈ ഒരു സൈഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റെക്ടാങ്കിൾ വരയ്ക്കാം. ഇനി ലാസ്റ്റ് വൺ ഇങ്ങനെയും വരയ്ക്കാം. റെക്ടാങ്കിളിന് രണ്ട് സൈഡ് ഒരേ സൈസ് ആയിരിക്കും, മറ്റ് രണ്ട് സൈഡും ഒരേ സൈസ് ആയിരിക്കും. അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. ആഡ്, അഡീഷൻ പഠിച്ചില്ലേ ക്ലാസ്സിൽ? എങ്ങനെയാ ആഡ് ചെയ്യാ? 63 + 26. ഫസ്റ്റ് നമ്മൾ വൺസ് നോക്കണം. വൺസിന്റെ സൈഡിൽ 3 ഉണ്ട്, 6 ഉണ്ട്. 6 + 3 = 6 കഴിഞ്ഞിട്ട് 7, 8, 9. 6 + 3 = 9. അതിനുശേഷം നമ്മൾ ടെൻസിന്റെ സൈഡിലേക്ക് വരാം. 2 + 6 = 8. അപ്പൊ ആൻസർ എന്താണ്? 89. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സബ്സ്ട്രാക്ട് 42 - 15. നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ വൺസിന്റെ പ്ലേസിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. 2 - 5. 2ൽ നിന്ന് 5 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. 2 ചെറുതും 5 വലുതുമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 2നെ കട്ട് ചെയ്യണം. എന്നിട്ട് ഒരു 1 ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കണം. 4ൽ നിന്ന് ഒരു 1 2ലെ അടുത്തേക്ക് എടുക്കണം. അപ്പൊ ഈ നമ്പർ എന്തായി മാറും? അത് 12 ആയി മാറും. 1 എടുത്ത് മാറ്റിയത് കൊണ്ട് ഇവിടെ 3 ബാക്കിയായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. 12 - 5. 12 - 5 എത്രയാ? 5ൽ നിന്ന് എണ്ണി തുടങ്ങാം. 6, 7, 8, 9, 10, 11, 12. എത്രയുണ്ടത്? 7. 12 - 5 = 7. ഇവിടെ ബാക്കിയുള്ളത് 3 ആണ്. 3 - 1 = 2. So the answer is 27. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, അഡീഷനും സബ്സ്ട്രാക്ഷനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് നമ്പർ ഫ്രം സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്. നിങ്ങൾക്ക് കുറേ നമ്പർ തന്നിട്ട് അതിനെ സ്മോളസ്റ്റ് നിന്ന് ബിഗ്ഗസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്താൽ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഇവിടെ ഈ നമ്പേഴ്സ് നോക്കാം. ഇവിടെ ഒരു നമ്പർ മാത്രം 2 ഡിജിറ്റ് നമ്പർ ആണ്, ബാക്കിയെല്ലാം 3 ഡിജിറ്റ് ആണ്. അപ്പൊ എന്തായാലും നമുക്കറിയാം ഏറ്റവും ചെറിയ നമ്പർ ഏതായിരിക്കും? 99. അതിനുശേഷം നമുക്ക് 10, 20, 30, 40 അങ്ങനെയാണല്ലേ പോകുന്നത്. അതേപോലെയാണ് 3 ഡിജിറ്റിലേക്ക് വരുമ്പോഴും 100, 200, 300, 400. അപ്പൊ നമുക്ക് ഫസ്റ്റ് 99 എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാ വരിക? 110. അതിനുശേഷം 200സിലാണ് 207, പിന്നെ 389, അതിനുശേഷം 456. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് നമ്പർ ഫ്രം ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സ്മോളർ നമ്പർ ആണ് ഫസ്റ്റ് എഴുതിയത്, എന്നിട്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് ലാർജ് നമ്പറിലേക്ക് എഴുതി. ഇവിടെയോ ബിഗ്ഗർ നമ്പർ ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. ഈ തന്നിരിക്കുന്നതിൽ 65 ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്, ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ്. ഇത് നമുക്ക് ലാസ്റ്റ് എഴുതണം. പിന്നെ 300, 200, 400. 200സിൽ തന്നെ 2 നമ്പർ ഉണ്ടല്ലേ. 200ൽ 2 നമ്പർ ഉണ്ടെങ്കിൽ ഇതിൽ ഏതാ ചെറുത് ഏതാ വലുത് എന്ന് എങ്ങനെയാ നോക്കുക? അതിന്റെ നെക്സ്റ്റ് ടെൻസിലേക്ക് നോക്കുക. രണ്ടാമത്തെ നമ്പറിൽ ഒന്ന് 9 ആണ്, ഒന്ന് 4 ആണ്. അതിലേതായിരിക്കും ചെറുത്? 4 ആണ് ചെറുത്. അപ്പൊ ഫസ്റ്റ് വലിയ നമ്പർ 498, അതിനുശേഷം 375, അതിനുശേഷം 295, പിന്നെ 249 and the last number is 65. Fill in the blanks. ഇതേപോലൊരു ടേബിള് നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പം ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? ഇവിടെ കുറെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ നമ്പറിൽ നിന്ന് ഒരു നമ്പർ ലെസ് നമ്പർ ഈ ഒരു കോളത്തിൽ എഴുതണം. ഇതിന് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും എഴുതണം. 160. 160ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? 160യുടെ തൊട്ട് മുമ്പുള്ള നമ്പർ എത്രയാ? 159. 159 കഴിഞ്ഞിട്ടാണ് 160. ഇനി 160നോട് 1 ആഡ് ചെയ്താലോ? 161. Similarly 129 തൊട്ട് മുമ്പിലത്തെ നമ്പർ ആണ് 128. 129 കഴിഞ്ഞാലാണ് 130.
അടുത്തത് 187. 187 ഒന്ന് കുറച്ച് 186. 187 plus 1 188. പിന്നെ 134 ആണ്. അതിൽ നിന്ന് ഒന്ന് കുറച്ച് 133. നെക്സ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 135. Draw a shape with a corner less than a square corner. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കി സ്ക്വയറിന്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ ഒക്കെ എത്ര കോർണേഴ്സ് ഉണ്ടായിരുന്നു? 4 കോർണേഴ്സ്. നമുക്കിവിടെ ഒരു ഷേപ്പ് വരയ്ക്കണം. ആ ഷേപ്പിന്റെ കോർണേഴ്സ് സ്ക്വയറിന്റെ കോർണേഴ്സിനേക്കാളും ഒരു കോർണർ കുറവായിരിക്കണം. അതായത് 3 കോർണർ ഉള്ള ഒരു ഷേപ്പ് വരയ്ക്കാം. ഏതാണ് 3 കോർണർ ഉള്ള ഷേപ്പ്? ഇറ്റ് ഈസ് എ ട്രയാങ്കിൾ. നെക്സ്റ്റ്, draw a shape with a corner more than a square corner. സ്ക്വയറിനേക്കാളും ഒരു കോർണർ കൂടുതലുള്ള ഒരു ഇമേജ് വരയ്ക്കാം. സ്ക്വയറിന് 4 കോർണർ ആയിരുന്നു. ഇവിടെ 1 2 3 4 5 കോർണേഴ്സ് ഉണ്ട്. ഈ ഒരു ഷേപ്പിന്റെ പേരാണ് പെന്റഗൺ. Circle the smallest number. എല്ലാ നമ്പറും നോക്കിയിട്ട് അതിൽ സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ 300 and 400, 300, 400 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 400 വലുതാണ്. അപ്പോൾ 300ലുള്ള രണ്ട് നമ്പേഴ്സ് ഉണ്ട്. 374, 347. അപ്പോൾ രണ്ടും 300ലായതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് നമ്പർ നോക്കാം. ഒന്ന് 7 ആണ്, ഒന്ന് 4 ആണ്. അപ്പോൾ അതിൽ സ്മോൾ ഏതാണ്? 347. അടുത്തത് 239, 123, 321, 456. ഇതിൽ കൺഫ്യൂഷൻ്റെ ആവശ്യമേ ഇല്ല. ഹൺഡ്രഡ്സിൽ ഒരേ ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ അതാണ് സ്മോളസ്റ്റ് നമ്പർ. സർക്കിൾ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഇതിൽ വലിയ നമ്പർ വേണം ഈ പ്രാവശ്യം സർക്കിൾ ചെയ്യാൻ. 466, 437, 439, 447. ഇവിടെ എല്ലാം 400സിലായതുകൊണ്ട് നമുക്കിവിടെ രണ്ടാമത്തെ നമ്പർ നോക്കണം. രണ്ടാമത്തേത് 6 3 3 4. അതിൽ 6 ആണല്ലേ ലാർജസ്റ്റ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ 466. അതുപോലെ ഇവിടെ 400, 300, 200, 300. അപ്പോൾ 400സിൽ ഒരേ ഒരു നമ്പറേ വരുന്നുള്ളൂ. അതാണ് 464. Fill in the blanks. 95 plus 5. നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 5ന്റെ ഗ്രൂപ്പായിട്ടും 10ന്റെ ഗ്രൂപ്പായിട്ടും ആഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ. 95 plus 5 എത്രയായിരുന്നു? നമുക്കറിയാം 5 10 15 20 25 30 അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ 95 plus 5 എത്രയായിരുന്നു? 100. ഇനി 23 plus 20. 20 എന്ന് പറഞ്ഞാൽ 10ന്റെ രണ്ട് ഗ്രൂപ്പാണ്. നമ്മൾ 10ന്റെ സ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? 10 സ്റ്റിക്സിന്റെ രണ്ട് ഗ്രൂപ്പാണ് 20. അപ്പൊ 23ന്റെ അടുത്ത് എങ്ങനെ ആഡ് ചെയ്യണം? 23 plus 10 33. 33 plus 10 43. 70 plus 30. 30 എന്ന് പറഞ്ഞാൽ 10ന്റെ സ്റ്റിക്കിന്റെ എത്ര ബണ്ടിൽ ഉണ്ടാവും? 3 ബണ്ടിൽ അല്ലേ. അപ്പൊ 70 plus 10 80. 80 plus 10 90. 90 plus 10 is 100. നെക്സ്റ്റ് 60 plus 0. 0 എന്ന് പറഞ്ഞാൽ none, nothing, ഒന്നുമില്ല. അപ്പൊ ഏത് നമ്പറിനോട് 0 ആഡ് ചെയ്താലും അതേ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ 60 plus 0 equal to 60. അപ്പൊ ഇത്രയേ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു പാറ്റേൺ നോക്കുക. നോട്ട്ബുക്കിൽ എഴുതി തന്നിരിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എക്സാം നല്ല ഈസി ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സീ യു സൂൺ. ബൈ.